14 പക്ഷി നിരീക്ഷകരുടെ ചിത്രങ്ങളാണ് കോഴിക്കോട് ആർട്ട് ഗ്യാലറിയിൽ പ്രദർശനത്തിനുള്ളത്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും ചർച്ച ചെയ്യപ്പെട്ടതും ശ്രദ്ധ നേടിയതുമായ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. തേൻകിളിമാൻ മുതൽ കൊമ്പൻ മൂങ്ങിയ വരെ അവിടെ കാണാം. ചിറകടികൾ 2.0 ശ്രദ്ധേയമാവുകയാണ്. ഒരു പറ്റം പക്ഷി നിരീക്ഷകരാണ് ഈ ചിറകടികൾക്ക് പിന്നിൽ. 2019 ഒരു നവംബർ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ വലിയ രാജഹംസം എന്ന് പറഞ്ഞൊരു പക്ഷി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡാണ് രാജഹംസം എന്ന് പറയുന്ന പക്ഷി. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ബീച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഈ പക്ഷീനെ കല്ലെറിഞ്ഞു. അപ്പോൾ അങ്ങനെ പക്ഷി ചത്തുപോയി. അപ്പോൾ കോഴിക്കോടുള്ള പക്ഷി സ്നേഹികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ അപ്പോൾ അതിൻ്റെ സങ്കടം ഒന്ന് പങ്കുവെക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ നിന്നുണ്ടായൊരു കോഴിക്കോട് ബേർഡേഴ്സ് എന്ന് പറഞ്ഞൊരു സംഘടന, ഒരു ഗ്രൂപ്പ് ഓഫ് പക്ഷി സ്നേഹികൾ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു ഗ്രൂപ്പാണ് ചിറകടികൾ എന്ന് പറയുന്നത്. ഞങ്ങൾ പക്ഷികളെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. പക്ഷി നിരീക്ഷണം മാത്രമായിട്ട് പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ, അതായത് ഞങ്ങൾ ഇത്രയും പേര്, ഈ വർഷമാണെങ്കിൽ 14 പേരും കൂട്ടായി ഇരുന്നിട്ട് ഏത് ചിത്രമാണ് നമ്മുടെ നല്ലത്, അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ കൂട്ടായി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പക്ഷി ചിത്രങ്ങൾ എടുത്തത്. കേരളത്തിൻ്റെ പുറത്തുനിന്നും കിട്ടിയ പടങ്ങളുണ്ട്, അകത്തുനിന്നുള്ളത് നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടത്തു നിന്നും കിട്ടിയതൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് പക്ഷികളെ കാണാം. നമ്മുടെ കേരളത്തിലേക്ക് ഹിമാലയം കടന്നു വരുന്ന പക്ഷികൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വരുന്ന പക്ഷികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അത്തരം പക്ഷികളാണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പെലാജിക് ബേർഡിംഗ് നടത്താറുണ്ട്. കടൽ പക്ഷി സർവേ വനം വകുപ്പിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയൊക്കെ പെർമിഷനോടെ കടലിൽ 30 കിലോമീറ്റർ 60 കിലോമീറ്റർ സഞ്ചരിച്ച് ഫോട്ടോ എടുക്കുക. അത്തരം ഫോട്ടോകൾ നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സൈക്കിൾ സഞ്ചാരിയാണ്. സൈക്കിൾ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനിടയിലാണ് ഈ പക്ഷികളോടുള്ളൊരു ഇഷ്ടം തോന്നിയത്. യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പലവിധം പക്ഷികളെ കാണാനായി. അപ്പം എന്തായാലും ഒരുപാട് പക്ഷികളൊക്കെ കാണുന്നില്ലേ, അതിനെപ്പറ്റി കൂടുതൽ അറിയണം. അങ്ങനെ കോഴിക്കോട് ബേർഡേഴ്സ് എന്ന ഗ്രൂപ്പിൽ ചേർന്നു. അവരിലൂടെ ഈ പക്ഷികളെ പറ്റി അറിയാൻ കഴിഞ്ഞു. ഇന്നിപ്പം നമ്മുടെ ഒരു ഫോട്ടോ പ്രദർശനത്തിൽ എൻ്റെയും ഫോട്ടോസ് ഉണ്ട്, യാത്രക്കിടയിൽ എടുത്ത ഫോട്ടോകളൊക്കെ ഉണ്ട്. എക്കാലവും പക്ഷികൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഈ ചിറകടികൾ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശവും. പ്രശോഭ് കുറ്റിയിലിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.